ഹലോ, നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. മുളക് പൊടിയൊക്കെ കുറച്ചിട്ടുള്ള, എന്നാൽ കുരുമുളക് പൊടി കൂടുതൽ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കിന്നോട് കൂടിയ ചിക്കനാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 4 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ്, അതും ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 3 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതാണെങ്കിൽ 4 5 എടുക്കാം. അതേപോലെ തക്കാളി ഒരു വലിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കണം. ചെറിയ തക്കാളി ആണെങ്കിൽ 6 എണ്ണം വരെ എടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും നമ്മൾ കല്ലിൽ വെച്ച് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് കറക്കി എടുക്കണ്ട, ചതച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കനൊക്കെ നമുക്കിതിലേക്ക് അങ്ങ് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഡീപ്പായിട്ടല്ല, ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ നിറച്ച് കുരുമുളകാണ്. കുരുമുളക് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, കുറച്ച് തരി നിർത്തി പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ചൊന്നും വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി വരും. അതൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ചിക്കൻ കിട്ടുന്നതായിരിക്കും. ഒരു ബ്രൗൺ കളറായി വന്നാൽ മതിയാവും. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ചെറിയ രീതിയിലൊരു ബ്രൗൺ കളറ് ഇതേപോലെ ഒന്ന് ആയി വന്നിരുന്നാൽ മതിയാവും. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല സ്കിന്നോട് കൂടി തന്നെയുള്ള ചിക്കൻ എടുക്കാൻ നോക്കുക കേട്ടോ. നാടൻ ചിക്കൻ എടുക്കുമ്പോഴേ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കനിൽ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ചതച്ച ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ സവോള നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. സവോള അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സവോള നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ഒരു 1.5 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റ് 2 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി വരണമല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുരുമുളക് തരി നിർത്തി പൊടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അധികം പുളിയുള്ളത് എടുക്കണ്ട, അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴറ്റി നല്ല വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക, പച്ചവെള്ളം എടുക്കരുത്. എന്നിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. അപ്പം നാടൻ ചിക്കൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇതിന് വേവ് കുറച്ച് കൂടുതലാണ്. നാടൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും.
ഇതിപ്പോൾ ഒരു 6 വിസിലിനടുത്ത് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സാധാ ചിക്കൻ ആണെങ്കിലും മറ്റേ ചിക്കൻ ആണെങ്കിലും നമുക്ക് ഒരു വിസിൽ കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കറങ്ങ് അടച്ച് ഒരു 6 വിസിൽ കേൾക്കുന്നത് വരെ അങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വിസിലങ്ങ് കേട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തിളച്ച് ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ചാറൊക്കെ ഒന്ന് വറ്റിച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് വീണ്ടും നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇതിലേക്കൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നാടൻ ചിക്കനായിരിക്കും. ഇതിനകത്ത് അത്യാവശ്യം നെയ്യ് ഉണ്ടായിരുന്നു, നെയ്യുടെ അംശം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണയൊന്നും ചേർക്കാൻ നിന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതേപോലെ ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കണ്ട, കുരുമുളകിൻ്റെ പൊടി വീണ്ടും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എല്ലാം അത്യാവശ്യം പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യും. ഇപ്പോൾ നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് ഒരു 6 വിസിലിനടുത്ത് കേൾപ്പിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.